വെറും രണ്ട് കോഴിമുട്ട വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ്ങിൽ ഒരു ചായക്കടി ആയിട്ടും ഇനിയിപ്പോൾ അതൊന്നുമല്ല, വിശക്കുന്ന സമയത്ത് വെറും 5-6 മിനിറ്റ് ഉള്ളിൽ തന്നെ റെഡിയാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ പലഹാരമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ബൗളെടുത്ത് അതിലോട്ട് 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി നമ്മളിതിലോട്ട് ഒരു വലിയുള്ളി, ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള വലിയുള്ളി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുകയാണ്. കൂടെ എരിവിന് ആവശ്യത്തിനുള്ള 2 പച്ചമുളക് വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് ചേർത്തു. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. എന്നിട്ട് നമുക്കൊരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ പെട്ടെന്നൊരു ചായക്കടി എന്താ ഇപ്പം ഉണ്ടാക്കുക എന്ന് കരുതിയിട്ടൊക്കെ ആലോചിക്കുന്നവർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. ഇത് നല്ല രുചിയാണ്. ഈ ഒരു ചായക്കടി നമ്മൾ റെഡിയാക്കുമ്പോൾ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു ഗ്ലാസ് ചായയുടെ കൂടെ ഇതുപോലെ 1-2 പീസ് കിട്ടിയാൽ മതി. മനസ്സും വയറും ഒരുപോലെ നിറയും. അതുപോലെ തന്നെ വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഒത്തിരി യൂസ്ഫുള്ളാണ് കേട്ടോ. അതങ്ങോട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2 ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി പീലർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. സിമ്പിൾ റെസിപ്പിയാണ്, നല്ല രുചിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരും കേട്ടോ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ടേസ്റ്റി ആൻഡ് സിമ്പിൾ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത്. 2 കിഴങ്ങും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളത്തിലൊന്ന് ഇത്തിരി സമയം കിടക്കട്ടെ. ഇത് ഡ്രൈ ആയിരുന്നാൽ ഇതിൻ്റെ കളർ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ വെള്ളത്തിൽ നിന്ന്. ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് വേറൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പലഹാരം പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാനിലാട്ടോ ഈ ഒരു ചായക്കടി നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇതുപോലൊരു ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുകയാണ്. ആ ഒരു വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് നല്ലൊരു സ്മെല്ലൊക്കെ ആവുന്ന ടൈമിൽ ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, 1-2 തണ്ട് കറിവേപ്പിൻ്റെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കാം. വെളുത്തുള്ളി ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കിഴങ്ങ് ഇതിലോട്ട് ചേർക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു സമയം തന്നെ ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർക്കാം. ഒരുപാട് മസാല ഇട്ട് അങ്ങനെയല്ല കേട്ടോ, ചെറിയ രീതിയിലെല്ലാം ചേർക്കുന്നുള്ളൂ. അതുതന്നെയാണ് ഈ ഒരു പലഹാരം ടേസ്റ്റി ആക്കുന്നതും. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാലയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണും, ചിക്കൻ മസാലയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ നമ്മൾ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരിക്കലും നമ്മൾ എരിവുള്ള മുളക് പൊടി ഇതിൽ ചേർക്കണ്ട കേട്ടോ. കാരണം നമ്മൾ നേരത്തെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിൽ ഓൾറെഡി 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടിപ്പോവും, അതൊന്ന് ശ്രദ്ധിക്കണേ. നല്ല രീതിയിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് മിക്സ് ആക്കുക. 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചുമ്പോഴേക്കും ആ ഒരു ആവിയിൽ കിടന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു കിഴങ്ങ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടോ, അതും കുറഞ്ഞ തീയിൽ. അപ്പോൾ ഏകദേശം നമ്മളെ പരിപാടി ഇവിടെ സെറ്റായിട്ടുണ്ട്. കണ്ടല്ലോ, കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ അതിൽ നിന്നിങ്ങനെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ കയ്യിൽ എടുത്ത് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് പൊടിഞ്ഞു പോവും.
ഇനിയിപ്പോൾ നമുക്ക് വലിയൊരു പരിപാടിയൊന്നുമില്ല. ഈ കിഴങ്ങ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ 1-2 തണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് ഈ ഒരു സമയം കട്ട് ചെയ്തതിൽ ചേർക്കുക കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇതുപോലെ പരത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകൾ കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, എല്ലായിടത്തേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാൻ അത്യാവശ്യം വലുതാണ് കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ കുഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല കട്ടി തന്നെ നമുക്ക് ഈ ഒരു പലഹാരം കിട്ടും. ഇതെല്ലായിടത്തേക്കും ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പൂണൊക്കെ വെച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ആ ഒരു മുട്ടയുടെ മിക്സ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എല്ലായിടത്തേക്കും ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരിച്ചിരി സമയം 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ, ഒന്ന് അടച്ചു കൊടുക്കണം. താഴെയുള്ള കിഴങ്ങൊക്കെ അത്യാവശ്യം വെന്തതാണ്. അപ്പോൾ ഈ ഒരു നനവ് ഒന്ന് കേട്ട് ഡ്രൈ ആയി വരുമ്പോഴേക്കും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊന്ന് അടച്ചു കൊടുക്കാൻ പോവാണ്. ഇത്ര സിമ്പിളാണല്ലേ. പലതും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ കൂടി ഇത് ഞാനൊരു ഇംഗ്ലീഷ് ചാനലിൽ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ നല്ല നല്ല കമൻറ്റൊക്കെ കണ്ടു. ഞാനുണ്ടാക്കി നോക്കി, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. നല്ല രുചിയുണ്ട് കേട്ടോ. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുകയാണ്. ആ ഒരു കിഴങ്ങിൻ്റെ രുചിയും മുട്ടയുടെ ടേസ്റ്റും എല്ലാം കൂടിയിട്ട് സൂപ്പറാണ്. അങ്ങനെ നമ്മൾ വേറൊരു ചട്ടി അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്, ഒരു പാന്. അതിലോട്ട് ഇതൊന്ന് തട്ടി കൊടുക്കുകയാണ്. ഇനിയിപ്പം സ്പാച്ചിലൊക്കെ വെച്ച് മറിച്ചിട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാട്ടോ. അപ്പോൾ ഞാനെടുത്ത് ഈ ഒരു കുഞ്ഞിച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പീസൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കണ്ടല്ലോ, നിങ്ങനെ അടിച്ചു വെക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു സൈഡ് ഗ്യാസിലോട്ട് അങ്ങ് ചാടി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ചെറിയൊരു അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റൂലേ. ചെറിയൊരു കഷ്ണം അങ്ങനെ മറിച്ചിടുന്ന സമയത്തിലൊന്ന് പൊട്ടിപ്പോയതാണ്. പിന്നെ നമ്മളത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്തപ്പോൾ ഒന്ന് അങ്ങ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മറു സൈഡും കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ. അപ്പോൾ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഏകദേശം പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു കിഴങ്ങിൻ്റെയും മുട്ടയുടെയൊക്കെ. ആ ഒരു കിഴങ്ങിൽ നമ്മൾ ചേർത്ത മസാലയും മുട്ടയിൽ ചേർത്തിട്ടുള്ള ഉള്ളി പച്ചമുളകും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രുചിയുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. ഈവനിങ്ങിലൊക്കെ ചായക്കടി എന്താ ഉണ്ടാക്കുക എന്ന് കരുതിയിട്ട് ഇനി ആരും ടെൻഷൻ ആവണ്ട. 2 മുട്ട ഉണ്ടെങ്കിൽ ഇതൊന്ന് റെഡിയാക്കാം. അതുപോലെ ചില ദിവസങ്ങളിൽ നമുക്കറിയാലോ വൈകി എണീക്കൂലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും ഒട്ടും സമയം ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും ആരെയും മുഷിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ചായക്കടി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും 1-2 പീസ് കഴിക്കുമ്പോഴേക്കും തന്നെ വയറും നിറയും, ഒപ്പം ഹാപ്പി ആവും കേട്ടോ. ഞാൻ ആ പ്ലേറ്റിലോട്ടൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മളൊരു മുട്ട ഫ്രൈ ചെയ്ത പോലെയാണെങ്കിലും താഴെ ആ ഒരു ഉരുളൻകിഴങ്ങിൻ്റെ മസാലയും ഒക്കെ കൂടിയിട്ട് താഴെ ഇങ്ങനെ സെറ്റായിട്ടാട്ടോ 2 ലെയറായിട്ടാണ് ഇത് കിട്ടുക. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ റെഡിയാക്കാൻ പറ്റും. സിമ്പിളല്ലേ പരിപാടി, കണ്ടോ. ഇനിയിപ്പോൾ സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. മുകളിൽ നോക്കുമ്പോൾ ഒരു മുട്ട ഫ്രൈ ചെയ്ത പോലെയാണെങ്കിലും താഴെ നല്ല മസാല കോട്ടിംഗ് ആണ്, കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ടും ഉഗ്രനാണ്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് തന്നെ ഇത് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനും മറക്കല്ലേ. കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താനേ തോന്നൂല കേട്ടോ, നമ്മളങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഏതായാലും സംഭവം അടിപൊളിയാണ്. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ചെയ്ത് നോക്കുക. ഏകദേശം ഒരു 2 മുട്ട വെച്ചിട്ട് നമുക്കൊരു 4 പേർക്കൊക്കെ കഴിക്കല്ലേ. 2 പീസ് എടുക്കാനുണ്ടാവും. അപ്പം പിന്നെ എന്തിനാ മടിച്ച് നിൽക്കുന്നത്, ചെയ്ത് നോക്കട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ എന്ന ഓപ്ഷനൊക്കെ നോക്കി കൊടുക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഇതൊരു 2 പീസൊക്കെ കിട്ടിയാൽ എൻ്റെ പൊന്നോ, പിന്നെ വേറെ ഒന്നും വേണ്ട. ചോറൊക്കെ കഴിക്കലൊക്കെ നിർത്തിയ ആൾക്കാരുണ്ടാവും, ഷുഗറുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ.
കണ്ടല്ലോ, താഴെ നല്ല മസാലക്കൂട്ടും മുകളിലും അത്യാവശ്യം മസാലയുണ്ട്. ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.